അങ്ങനെ നമ്മുടെ ഷിപ്പ് ഷാങ്ഹായിൽ എത്തിയിരിക്കുകയാണ്. ചൈനയിൽ ഷാങ്ഹായിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഷാങ്ഹായ് എന്ന് പറയുന്നത് ചൈനയിലെ ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്. അത് വളരെ വലിയ സിറ്റിയാണ്. അപ്പോൾ എൻ്റെ പിന്നിൽ കാണാം. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ ഇവിടുത്തെ ഫേമസ് ടവറുകൾ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്ന് പുറത്ത് പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഈവനിങ് ടൈമിൽ വളരെ മനോഹരമായിരിക്കും. ഇതുകൊണ്ട് ഈ ബിൽഡിംഗ് എന്നെ ഹൈറ്റാന്ന് നോക്കി. ഇതുണ്ടോ, നമ്മുടെ ഷിപ്പ് നിൽക്കുന്നത് ശരിക്കും സെൻട്രലിലാണ്. നമ്മുടെ ചുറ്റും ബിൽഡിങ്ങുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതൊരു കനാലാണ്. കനാലിൽ കൂടെ ചെറിയ ചെറിയ ബോട്ടുകൾ, അതുപോലെ തന്നെ ചെറിയ ഷിപ്പുകളെല്ലാം പാസ് ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി കാണാനും പോകുന്നത്. എന്തായാലും പോകുന്നുണ്ട് പുറത്ത് പോയിട്ട് ഇവിടുത്തെ മാർക്കറ്റുകളോ അതുപോലുള്ള സ്ഥലങ്ങൾ, സിറ്റിയുടെ മെയിൻ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. എന്തായാലും വളരെ എക്സൈറ്റഡ് ആണ്. മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എനിക്ക് കാണാൻ സമയം കിട്ടിയിട്ടില്ല. എന്തായാലും ഇന്ന് കുറേ സ്ഥലങ്ങൾ നമ്മൾ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഷാങ്ഹായ് സിറ്റിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ശരിക്കും ഇതുണ്ടോ ഇവിടുത്തെ കാഴ്ചകൾ. വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ, എന്നാ സൈസ് ബിൽഡിംഗ് ആണിത്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു ഉച്ച സമയമായി. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെയൊക്കെ നടന്നുള്ള കാഴ്ചകൾ കാണാമെന്ന് വെച്ചിട്ടാണ്. പല കാഴ്ചകൾ, ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട് ഇവിടുത്തെ സിറ്റിയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയം കുറേ വേണം. പിന്നെ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ ക്യാഷ് കൊണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ക്യാഷ് ഇവിടെ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഒറിജിനൽ പാസ്പോർട്ട് വേണം. നമ്മളിപ്പം ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ ഷിപ്പിലെ ID സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് ക്യാഷ് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് ഇപ്പം നമുക്ക് പറ്റിയത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ക്യാഷ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത്. ഇതുണ്ട്, നമ്മൾ ഷിപ്പിൻ്റെ അവിടെ നിന്ന് കണ്ട നമ്മുടെ റേഡിയോ ടവർ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സിറ്റിയുടെ എൻട്രൻസിലേക്ക് നമ്മളെത്തി. ഇതുണ്ട്, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ബ്രാൻഡുകളായിട്ടുള്ള കാറുകളാണ് ഇവിടെ ഉള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇത് ഞാൻ കണ്ടിട്ടില്ല, ഏത് ബ്രാൻഡാണെന്ന് പോലും അറിയത്തില്ല. ഇത് ഇവരുടെ തന്നെ ഓൺ ബ്രാൻഡാണെന്ന് വിചാരിക്കുന്നു. പിന്നെ കൂടുതലും ഇലക്ട്രിക് കാറുകളാണ്. എല്ലാം ഇലക്ട്രിക് കാറുകൾ തന്നെയാണ് ഇവിടെ കൂടുതൽ കാണുന്നത്. ബൈക്കുകളാണേലും അത് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഇലക്ട്രിക്കാണ്. സ്കൂട്ടറുകളൊക്കെ, ടാക്സി, അതുപോലുള്ള എല്ലാ വണ്ടികളും ഇവിടെ ഇലക്ട്രിക്കാണ്. ഇതുണ്ട്, ഇതിപ്പോൾ ഒരു ടെസ്ലയുടെയൊക്കെ ഒരു ലുക്കിലുള്ളൊരു വണ്ടിയൊക്കെ തേണ്ട കിടക്കുന്നു. പിന്നെ ഓഡി അതും ഇലക്ട്രിക്കാണ്. ഇതുണ്ട്, ഇവിടുത്തെ ഒരു ചെറിയൊരു വണ്ടി കിടക്കുന്നുണ്ടോ, പുറകിൽ 2 പേർക്ക് ഇരിക്കാം. ഇവിടെ ഒരു സ്കൂട്ടറിൻ്റെ രീതിക്ക് ഓടിച്ചുകൊണ്ട് പോകാവുന്ന രീതിക്കുള്ള ഇത്. ബാക്കിൽ ഓട്ടോയുടെ പോലെ 2 ടയർ, ഫ്രണ്ട് ഇതുപോലെ ഒരു സ്കൂട്ടറിൻ്റെ ഒക്കെ ഒരു ഫ്രണ്ട് പോലെ വരും. വളരെ ഇതുണ്ട്, ഇത് റോഡ് സൈഡിൽ ഇതുപോലെ തന്നെ സൈക്കിളുകൾ വെച്ചിട്ടുണ്ട് നമുക്ക് റെൻറ്റിനെടുക്കാൻ വേണ്ടി. പല കളറിൽ വളരെ മനോഹരമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ട്. ഇവിടെയെല്ലാം നീണ്ട നിരയുണ്ട് സൈക്കിളിൻ്റെയൊക്കെ. ഇതിവിടുത്തെ ഒരു ഫേമസ് ഷോപ്പിംഗ് മാളാണ്. നമ്മുടെ ക്രൂസ് ടെർമിനലിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിംഗ് മാളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. കാരണം നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഇതുവരെ ചേഞ്ച് ആയിട്ടില്ല. $US കയ്യിലുള്ളത്. അതുകൊണ്ട് ക്യാഷ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ദൂരേക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് ടാക്സി പിടിക്കണം, പേ ചെയ്യണം, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നടക്കാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് ഈ ഷോപ്പിംഗ് മാളിൽ, ഇന്നെന്നല്ല ഇപ്പം ഈ ഡേയിൽ നമുക്ക് കുറച്ച് ബ്രേക്ക് ടൈം ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത്. ഈവനിങ്ങിലാണ് നമ്മൾ മെയിൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈവനിങ്ങിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇവിടുത്തെ നൈറ്റ് ലൈഫ്, അതായത് കളർഫുള്ളായിട്ടുള്ള ലൈറ്റ്സുകൾ മൊത്തം നിറഞ്ഞ്, അതുപോലെ തന്നെ ഫുഡ് മാർക്കറ്റ്, ഷോപ്പുകൾ എല്ലാം വളരെയധികം ആക്റ്റീവ് ആകും. അതുപോലെ തന്നെ സ്ട്രീറ്റുകളെല്ലാം ഫുള്ളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ കാണണമെങ്കിൽ, അതായത് ഏഷ്യൻ കൺട്രീസിൽ വന്നു കഴിഞ്ഞാൽ കാണണമെങ്കിൽ നൈറ്റിൽ നമ്മൾ ഇറങ്ങണം. അതുകൊണ്ട് നമ്മൾ എന്തായാലും നൈറ്റിലാണ് ഇനി ഇറങ്ങുന്നത്. ഷാങ്ഹായിലെ നൈറ്റ് കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ശരിക്കും ഇപ്പോൾ എല്ലാ ബിൽഡിങ്ങുകളിലും ലൈറ്റ് ഡിസ്പ്ലേ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇവിടെ എല്ലാം, അതായത് ഈ പോർട്ട് സിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാ ബിൽഡിങ്ങുകളിലും ഇതുപോലെ ഇതുണ്ട്, ലൈറ്റ് ഷോസ് ഉണ്ട്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കളർഫുള്ളാണ് കേട്ടോ. മൊത്തത്തിൽ ലൈറ്റൊക്കെ കൊണ്ട് നിറഞ്ഞ് വളരെ മനോഹരമായിട്ടുള്ളൊരു സിറ്റിയാണ് ഷാങ്ഹായ്. അപ്പോൾ ഈ സൈഡിൽ കണ്ടോ, ഈ സൈഡിൽ അതായത് റേഡിയോ ടവർ, അതാണ് കാണുന്നത്, റെഡ് കളറിൽ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം വളരെ മനോഹരമാണ്. ശരിക്കും നമ്മളൊരു ഒരു ഫയർ വർക്കൊക്കെ കാണുന്ന ഒരു പ്രതീതിയാണ് ഇത്. മൊത്തത്തിൽ എല്ലാ ലൈറ്റും കൂടി അങ്ങ് തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും വളരെ മനോഹരമാണ്, കളർഫുള്ളാണ് കേട്ടോ.
എന്താ അല്ലേ, സൂപ്പർ കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. വളരെ അപൂർവം സിറ്റികളിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുള്ളൂ. നമ്മൾ ശരിക്കും ഏഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചൈന, അതുപോലെ തന്നെ ഹോങ്കോങ്, സിംഗപ്പൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് വരുമ്പോഴത്തേക്കുമാണ് മെയിനായിട്ട് ഇതുപോലുള്ള കളർഫുൾ ആയിട്ടുള്ള നമ്മൾ സിറ്റികൾ കാണുന്നത്. ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മൾ കാണുക എന്ന് പറയുന്നത് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് ശരിക്കും നമ്മൾ ഒരു ദിവസം മാത്രമുള്ളതല്ല. ചില ഫെസ്റ്റിവലിന് നമ്മുടെ നാട്ടിൽ അലങ്കരിക്കുന്ന പോലെയുള്ള ഇതല്ല. ഇത് എന്നുമുള്ള കാഴ്ചയാണ്. ഇത് ഇവിടുത്തെ സിറ്റിയിലെ സ്ഥിരം കാഴ്ചയാണ് ഈ കാണുന്നത്. സോ അങ്ങനെ നമ്മൾ ഈവനിങ്ങിൽ വെളിയിലേക്ക് ഇറങ്ങി. മെയിൻ സ്ട്രീറ്റിലേക്ക് നമ്മൾ വന്നു ഓൾറെഡി. ഇത് കണ്ടോ, ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ ചുറ്റിനും നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള, ഞാൻ പറഞ്ഞ പോലെ, അതായത് നമ്മൾ രാവിലെ പറഞ്ഞ പോലെ, അതായത് ഈവനിങ്ങിലാണ് ഇവിടുത്തെ അങ്ങ് ക്രൗഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയ്ക്ക് തിരക്കാണ്. ഇവിടെ ആൾക്കാരെല്ലാം ഷോപ്പിങ്ങിന് വരുന്നു, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ ഫുഡ് കഴിക്കാൻ വരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള രീതിക്ക് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിരിക്കും. ഇവിടുത്തെ സ്ട്രീറ്റെല്ലാം കംപ്ലീറ്റ്ലി ഫുള്ളായിരിക്കും. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ മറ്റൊരു ഷോപ്പിംഗ് മാള് അവിടെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, എലിവേറ്ററൊക്കെ എത്ര എണ്ണമാണ് പാസ് ചെയ്യുന്നത് നോക്ക്. അതുപോലെ തന്നെ കൊട്ടാരം പോലുള്ള സ്പേസ്, ഇത് എല്ലാം ഭയങ്കര എന്താണ് നമ്മൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചൈനക്കാരെ നമുക്ക് പല രീതിക്കും കുറ്റം പറയാൻ സാധിക്കും. പക്ഷെ സെയിം ടൈമിൽ ഇതിനെയൊക്കെ നമ്മൾ പ്രശംസിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനുണ്ട് നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പം. അതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ വേറൊരു സൈഡിൽ നമുക്ക് ഒത്തിരി കുറ്റങ്ങളുണ്ടാവും, അത് ശരിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ചില സംഭവങ്ങളുണ്ട്. അതാണ്, അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഷോപ്പിംഗ് മാളിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കുറച്ച് കാറുകളാണ്. അതായത് ചൈനക്കാരുടെ സ്വന്തം ബ്രാൻഡുകളായിട്ടുള്ള കാറുകളാണ് ഈ കാണുന്നത്. അതും ഇലക്ട്രിക് കാറുകളാണ്. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷനായിട്ട് വന്നിരിക്കുന്ന മോഡലുകളെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, അടിപൊളിയാണ് സംഭവം. പക്ഷേ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ബ്രാൻഡുകളാണിത്. അതുപോലെ തന്നെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയത്തുമില്ല. ആ ബ്രാൻഡിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. കണ്ടിട്ടില്ലാത്ത ബ്രാൻഡുകളായതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ചൊന്നും പറയാനുള്ള യാതൊരു ഐഡിയയും ഇല്ല. പക്ഷെ കാണാൻ നല്ല അടിപൊളി സംഭവമാണ്, സൂപ്പറായിട്ടുണ്ട്. ഇതിവിടുത്തെ ഒരു സിൽവർ ജുവലറി ഷോപ്പാണ്. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഇരുന്ന് കുറച്ച് ചേട്ടന്മാരിരുന്ന് പണിയുന്നുണ്ട്. അത് ശരിക്കും ആഭരണങ്ങൾ കൊത്തിയെടുക്കുന്ന തിരക്കിലാണ് അവർ. അതായത് ഈ ജുവലറിയിൽ വരുമ്പോൾ നമ്മൾ പറയുന്ന ചില മോഡലുകൾ നമുക്ക് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ അവരത് ഡിസൈൻ ചെയ്ത് അവർ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ അത് കൊത്തി റെഡിയാക്കി തരും. സിഗരറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഈ കട കാണാൻ അടിപൊളിയല്ലേ. അതായത് ചൈനക്കാരുടെ സ്പെഷ്യൽ ചോക്ലേറ്റ്, മിഠായി, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നിറഞ്ഞുള്ള ഒരു ഷോപ്പാണ് ഈ കാണുന്നത്. വളരെ കളർഫുള്ളാണ് കേട്ടോ. അതുപോലെ കണ്ടോ, ഈ പന്നിക്കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടോ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോർക്ക് മീറ്റ് കൊണ്ടുണ്ടാക്കിയ സ്റ്റഫ് ചെയ്ത മീറ്റുകളൊക്കെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു സ്പെഷ്യൽ ഷോപ്പാണിത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഫുഡ് മാർക്കറ്റാണ്. അതായത് നൈറ്റ് ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഫുഡ് മാർക്കറ്റ്. അടിപൊളിയാണ് കേട്ടോ. അത് നമ്മൾ ഏഷ്യൻ കൺട്രീസ് എവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള ഫുഡ് മാർക്കറ്റുകൾ നമ്മൾ കാണും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഫുഡ് നമ്മൾ കാണുമ്പോൾ ചിലപ്പം എല്ലാം ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ എന്നാൽ പോലും ഇത് കാണുമ്പം അടിപൊളിയാണ് കേട്ടോ. സംഭവം സൂപ്പറാണ്. അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്ത വളരെയധികം ഐറ്റംസ്, അതായത് എസ്പെഷ്യലി സീ ഫുഡ് ഐറ്റംസ് ഒത്തിരി ഉണ്ട്, വളരെയേറെ ഉണ്ട്. അതുപോലെ തന്നെ മീറ്റ് ഐറ്റംസ്, അതായത് പോർക്കാണ് ഇവർക്ക് ഫേമസ്. അതുപോലെ തന്നെ ബീഫ്,
അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ടാവും. സെയിം ടൈം ഇവിടെ നൂഡിൽസിൻ്റെ ഷോപ്പുകൾ, ഇതെല്ലാം ചൈനക്കാരുടെ ഒരു പ്രധാന ഭക്ഷണമായ നൂഡിൽസും എല്ലായിടത്തും കാണും. ഇപ്പോൾ കണ്ടോ ഈ പാത്രത്തിലൊക്കെ നിറച്ച് വെച്ചിരിക്കുകയാണ് മീറ്റുകളൊക്കെ റെഡിയാക്കി. അതുപോലെ തന്നെ നല്ല അടിപൊളി ഡിസ്പ്ലേയും ഇവർ വെക്കും. അപ്പം നമുക്ക് ആ ഒരു പ്ലേറ്റ് കണ്ടിട്ട് നമ്മൾ ചൂസ് ചെയ്താൽ മതി ഏത് ഫുഡ് വേണമെന്നുള്ളത്. അതുപോലെ തന്നെ ഈ കാണുന്ന പോലെ സോസ് സംഭവങ്ങൾ ഇതെല്ലാം വളരെ കളർഫുള്ളായിട്ടുള്ളതാണ്. എത്രത്തോളം കളർ ഇവർ മിക്സ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ എല്ലാം അതുപോലെ തന്നെ ഈ കാണുന്ന പോലെ തന്നെ ജ്യൂസ് ഇതെല്ലാം ഐസൊക്കെ ഇട്ട് റെഡിയാക്കി സൂപ്പറാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് വാങ്ങിക്കുക കഴിക്കുക എല്ലാം റെഡി ടു ഗോ ആണ്. അടിപൊളിയാണ്. അതുപോലെ തന്നെ ടീ ഷോപ്പുകൾ ഐസ്ക്രീം ഷോപ്പുകൾ എല്ലാം ഇവിടെയുണ്ട്. ഇവിടെ ഒരു അമ്മച്ചി നിന്ന് ഇവിടെ അരി പൊടിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ കടയുടെ മുന്നിൽ. ഇതൊരു ബേക്കറിയാണ്, ബേക്കറിയുടെ മുന്നിലാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചൈനക്കാരുടെ മറ്റൊരു കരവിരുതാണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ബേക്കറിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെയൊരു ഒരു റോബോ എന്ന് പറയാം, ഒരു അമ്മച്ചി, നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനലാണെന്നേ തോന്നുള്ളൂ. ഒരു അമ്മച്ചി നിന്ന് അരി പൊടിക്കുകയോ ആട്ടുകയോ ചെയ്യുന്ന ഒരു സംഭവമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതാണ് പറയുന്നത് നമ്മുടെ ചൈനക്കാരുടെ കരവിരുത് അല്ലെങ്കിൽ അവരുടെ ബുദ്ധി നമ്മൾ സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. കാരണം ഈ വീഡിയോ നമ്മൾ അധികം ലോങ് ആക്കുന്നില്ല. ഇവിടുത്തെ ചൈനയിലെ കാഴ്ചകൾ, ഷാങ്ഹായിലെ കാഴ്ചകൾ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ വോയേജർ ഓഫ് കേരളയുടെ ഗുഡ് ബൈ.